പ്രതിപക്ഷ നേതാവിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്താണെന്ന് നിങ്ങൾക്കറിയാമോ? ആധികാരികമായ മുഖഭാവത്തോടെ എന്ത് വിവരക്കേടും വിളിച്ചു പറയുക എന്നതാണ് പ്രതിപക്ഷ നേതാവിന്റെ ഏറ്റവും വലിയ പ്രത്യേകതയായിട്ട് നമുക്ക് കാണാൻ കഴിയുന്നത്. മാധ്യമങ്ങൾ അതിനെ പിന്തുണയ്ക്കുമെന്ന് മൂപ്പർക്കറിയാം. അതുകൊണ്ട് തന്നെ മറ്റ് ആശങ്കകളൊന്നുമില്ല. ആകെ ചോദ്യം തിരിച്ചു ചോദിക്കാൻ കൈരളി മാത്രമേ ഉള്ളൂ. തിരിച്ചു ചോദിക്കുമ്പോൾ അതിനെ പരിഹസിച്ചും പുച്ഛിച്ചും ഒക്കെ കടന്നു പോകുന്ന പ്രതിപക്ഷ നേതാവിനെ എല്ലാ ദിവസവും പ്രിയപ്പെട്ട പ്രേക്ഷകർ കാണുകയും ചെയ്യാറുണ്ട്. ഞാൻ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം കൂടി നിങ്ങളുടെ മുൻപിലേക്ക് നൽകാം. ഇപ്പോൾ വൈദ്യുതി ചാർജ് വർധനയെക്കുറിച്ചാണല്ലോ ഇവർ ഉന്നയിക്കുന്ന പ്രധാനപ്പെട്ട ആക്ഷേപങ്ങൾ എന്ന് പറയുന്നത്. ഇനി ഇവരുടെ ഭരണകാലം, അതായത് 2011 മുതൽ 16 വരെയുള്ള ഉമ്മൻചാണ്ടി സർക്കാരിന്റെ ഭരണകാലം ഞാൻ നിങ്ങളുടെ മുൻപിലേക്ക് ഒന്ന് പറയാം. അന്ന് വൈദ്യുതി 5 വർഷം കൊണ്ട് വൈദ്യുതി ചാർജ് കൂട്ടിയത് എത്രയാണെന്ന് അറിയാമോ? 47.9% 5 വർഷം കൊണ്ട് ഉമ്മൻചാണ്ടി സർക്കാർ വൈദ്യുതി നിരക്ക് കൂട്ടിയത്. 2012 24% കൂട്ടി, 2013 9.1% കൂട്ടി, 2014 14.83% വർധനമുണ്ടാക്കി. അങ്ങനെ 5 വർഷം കൊണ്ട് ആകെ കൂട്ടിയത് 47.93% വർധനം. പോട്ടെ, ഈ വർധനവൊക്കെ ഉണ്ടാക്കി, എന്നിട്ട് കറണ്ട് കട്ടില്ലാതെ നല്ല വോൾട്ടേജിൽ നമുക്ക് വൈദ്യുതി ലഭ്യമായിരുന്നു? അതൊട്ടില്ലതാണ്. കറണ്ട് കട്ട് കാരണം സഹിക്കാൻ വയ്യാത്ത അവസ്ഥ. ഈ പവർ കട്ടിന് പുറമേ ആയിരുന്നു ലോഡ് ഷെഡിംഗ് എന്ന് പറയുന്ന മറ്റൊരു സംവിധാനവും. അപ്പോൾ ഇതൊക്കെ ഉണ്ടായിട്ടും വൈദ്യുതി ചാർജ് 47% കൂട്ടിയ ഒരു സർക്കാരാണ് UDF സർക്കാർ. ആ UDF സർക്കാരിന്റെ പ്രതിനിധിയായിട്ട് നിയമസഭയിൽ ഉണ്ടായിരുന്ന VD സതീശനാണ് ഇന്നിവിടെ കറണ്ട് ചാർജ് കൂട്ടുന്നതെന്ന് പറയുന്നത്. ഇനി പിണറായി വിജയൻ സർക്കാരിന്റെ കാലത്ത് കറണ്ട് ചാർജ് കൂട്ടിയിട്ടുണ്ടോ? കറണ്ട് ചാർജ് കൂട്ടിയിട്ടുണ്ടോ എന്നത് വസ്തുതയാണ്. 10 വർഷം കൊണ്ട് കൂട്ടിയത് എത്രയാണെന്ന് അറിയാമോ? ആകെ കൂട്ടിയത് 26% മാത്രമാണ്. അതായത് 5 വർഷം കൊണ്ട് 47% കറണ്ട് ചാർജ് ഉമ്മൻചാണ്ടി സർക്കാർ കൂട്ടിയപ്പോൾ 10 വർഷം കൊണ്ട് 26% കാലാനുസൃതമായ മാറ്റം മാത്രമാണ് പിണറായി വിജയൻ സർക്കാരിന്റെ കാലത്തുണ്ടായത്. അതിൽ ഒരു കാര്യം കൂടി നിങ്ങൾ ഓർക്കുക, ഈ 10 വർഷം നമ്മൾ ലോഡ് ഷെഡിങ്ങോ പവർ കട്ടോ അനുഭവിച്ചിട്ടില്ല. 2016 ശേഷം ജനിച്ച ഏതെങ്കിലും ഒരു കുട്ടിയോട് പവർ കട്ടിനെ കുറിച്ച് ചോദിച്ചാൽ അവർക്കത് എന്താണെന്ന് പോലും അറിയില്ല എന്ന് നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ സോഷ്യൽ മീഡിയയിൽ കണ്ടതാണ്. ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിക്കുന്നുണ്ട് ആര്യാടൻ മുഹമ്മദ് വൈദ്യുതി മന്ത്രിയായിരുന്ന കാലത്ത് മാധ്യമങ്ങളിൽ നൽകിയ ഇന്റർവ്യൂകൾ. അതിൽ ഞാൻ ഇന്നലെ ഒരെണ്ണം കണ്ടു. അതിൽ ഒന്നാമത്തെ ചോദ്യം ഇതാണ്: LDF സർക്കാരിന്റെ കാലത്തില്ലാതിരുന്ന വൈദ്യുതി നിയന്ത്രണം എന്തുകൊണ്ട് UDF സർക്കാരിന്റെ കാലത്ത് കൊണ്ടുവരുന്നു എന്ന ചോദ്യമാണ്. അതിന് വ്യക്തമായ മറുപടി പറയാൻ കഴിയുന്നില്ല വൈദ്യുതി മന്ത്രിക്ക്. പകരം മഴയില്ലെന്നോ വെള്ളമില്ലെന്നോ എന്തൊക്കെ പറഞ്ഞുകൊണ്ടാണ് അതിനെ നേരിടുന്നത്. ഈ പിണറായി വിജയൻ സർക്കാരിന്റെ കാലത്തും നമുക്ക് മഴക്കുറവുണ്ടായ സമയമുണ്ടായിരുന്നു. അന്ന് നമുക്ക് വൈദ്യുതി മുടക്കമുണ്ടായിട്ടില്ല, നമുക്ക് ലോഡ് ഷെഡിംഗ് ഉണ്ടായില്ല. കൃത്യമായ കരാറുകളിലൂടെ, കൃത്യമായ സംവിധാനങ്ങളിലൂടെ നമ്മൾ വൈദ്യുതി ഇവിടെ എത്തിച്ചു. അതുകൊണ്ടാണ് ഇന്ന് രാജ്യത്ത് തന്നെ വൈദ്യുതി മുടക്കമില്ലാത്ത അപൂർവം സംസ്ഥാനങ്ങളിൽ ഒന്നായി, എല്ലാവർക്കും വൈദ്യുതി എത്തിക്കുന്ന അപൂർവം സംസ്ഥാനങ്ങളിൽ ഒന്നായി നമ്മുടെ കേരളം മാറിയത്. ഇതിനെയൊക്കെയാണ് കള്ളപ്രചരണങ്ങൾ കൊണ്ട് പ്രതിപക്ഷ നേതാവ് തോൽപ്പിക്കാൻ ശ്രമിക്കുന്നത്. പ്രതിപക്ഷ നേതാവ് ഈ നുണ പറയുമ്പോൾ തോറ്റുപോകുന്നത് അദ്ദേഹമാണ് എന്ന് കൂടി ഓർക്കണം. കാരണം നിങ്ങളൊരു കോൺഗ്രസ് നേതാവിന്റെ പദവിയിൽ ഇരുന്നു കൊണ്ടല്ല ഈ നുണകൾ പറയുന്നത്. നിങ്ങൾ ഈ സംസ്ഥാനത്തിന്റെ പ്രതിപക്ഷ നേതാവ് എന്ന പദവിയിൽ ഇരുന്നു കൊണ്ടാണ് ഈ പച്ചക്കള്ളങ്ങൾ ഈ നാട്ടിലെ മനുഷ്യരോട് സംസാരിച്ചു കൊണ്ടിരിക്കുന്നത് എന്നതുകൂടി ഒന്ന് ഓർത്താൽ കൊള്ളാം എന്ന് മാത്രമേ നമുക്ക് പറയാനുള്ളൂ.